EP ജയരാജൻ LDF കൺവീനർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെയാണ് ഉദ്ദേശിച്ചത്, പിണറായി വിജയൻ പ്രതിഭയാണ് എന്നുള്ളതായിരുന്നു. EP ജയരാജന്റെ പ്രതികരണം വീണ്ടും ലഭ്യമാകുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്ക് MD തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ അടിസ്ഥാനമാക്കിയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. എനിക്ക് കേട്ടപ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് തോന്നിയത്. നേതൃപൂജയെ ഏറ്റവും അധികം എതിർക്കുന്നത് CPM തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ നേതൃത്വം എന്ന് പറയുന്നത് ഒരു കലക്റ്റീവ് ലീഡർഷിപ്പാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി വേദിയിൽ ഇരുത്തിയതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ പറയാൻ കേരളത്തെയോ മുഖ്യമന്ത്രിയെയോ ആക്ഷേപിക്കാനുള്ള ഒരു സാധ്യതകളും കാണുന്നില്ല. പക്ഷേ ഇടതുപക്ഷ വിരോധികൾ, ഇടതുപക്ഷ ഗവൺമെന്റിനെ എതിർക്കുന്നവർ, മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ നടക്കുന്ന കുറെ ആളുകൾ, അവർക്ക് ഏതിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കുമെതിരെ തിരിച്ചുവിടാനുള്ള അവരുടെ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗമെടുത്ത് വിവാദത്തിലിട്ട് അദ്ദേഹത്തെ പോലെ സാഹിത്യരംഗത്തെ ഒരു വലിയ പ്രതിഭയെ വിവാദത്തിലേക്ക് വലിച്ചെടുക്കുന്നത്. ഇതായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, വലിയ തോതിൽ ചർച്ചയായ ഒന്നാണ് MTയുടെ പ്രതികരണം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വേദിയിൽ ഇരിക്കെ ആണ് വലിയ പ്രതികരണങ്ങൾ എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച്